അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഐഷുമ്മയുടെ ആഗ്രഹം പോലെ തന്നെ പുണ്യ റബീഇനെ ഐഷുമ്മ വരവേറ്റു. അതവർക്ക് നിർബന്ധമായിരുന്നു. അള്ളാഹുവെ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ഐഷുമ്മയുടെ മനസ്സ് വളരെയധികം സന്തോഷിച്ചു. റബ്ബേ, ഞാൻ ആഗ്രഹിച്ച ദിവസം ഇതാ എത്തിയിരിക്കുന്നു. ആയിഷമ്മയുടെ പുത്തൻ വീട് തറവാട്ടിലെ ആഹ്ലാദഭരിതമായ നബിദിനാഘോഷങ്ങളുടെ ഹൃദ്യമായ കാഴ്ചകൾ. ഐഷും അതെല്ലാം കണ്ട് സന്തോഷിക്കുന്നു. അന്ന് സുബഹിന് മുമ്പേ തന്നെ ഉണർന്ന് ഷമ്മാസ് എല്ലാം പള്ളിയിലേക്ക് പോയി മൗലിദ് പാരായണത്തിൽ പങ്കെടുത്തു. മക്കളെ, വേം പൊയ്ക്കൂടി, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നാര മക്കളെ, നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ എല്ലാത്തിലും സഹകരിക്കണം. എൻ്റെ പൊന്നു മക്കളെ, ഇത് മറക്കരുത്. നമുക്ക് എപ്പോഴും ഷഫാത്ത് നൽകുന്ന നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് ഇന്ന്. നമ്മൾ ഈ കാര്യം ഒരിക്കലും മറക്കരുത്. ആയിഷമ്മയുടെ പുത്തൻ വീട് തറവാട് അന്നൊരു പുതിയ ലോകം പോലെയാണ് തിളങ്ങി നിന്നത്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ വരവേൽക്കാൻ ആ വീട് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. തലേ ദിവസം തന്നെ അറബിയുമ്മ കൊടുത്ത മനോഹരമായ കന്തൂറകളും പുതുവസ്ത്രങ്ങളും അണിഞ്ഞ് ആൺകുട്ടികളും മനോഹരമായ പർദ്ദയും മഫ്തിയും ധരിച്ച് പെൺകുട്ടികളും തറവാട്ടുമുറ്റത്ത് ആവേശത്തോടെ വന്നിറങ്ങി. അതാ വരുന്നു കൊട്ടും പാട്ടുമായി എല്ലാ ദഫ് കുട്ടികളും, അച്ചടക്കത്തോടെ സ്കൗട്ടിൻ്റെ കുട്ടികളും, വിജ്ഞാനത്തിൻ്റെ വെളിച്ചവുമായി ഉസ്താദിൻ്റെ കുട്ടികളും മോലിയരുട്ടികളും അങ്ങനെ ഒന്നിച്ച് പുത്തൻ വീട് തറവാട് മുറ്റത്തേക്ക് എത്തിച്ചേരുന്നു. മുത്തുനബിയുടെ മധുഹുകൾ പാടിയും പ്രകീർത്തിച്ചും അവർ ആ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. എത്തിയവർക്കെല്ലാം പുതുവസ്ത്രങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് ആയിഷുമ്മ എല്ലാവരെയും സ്വീകരിച്ചത്. താൻ ആഗ്രഹിച്ച പോലെ തൻ്റെ തറവാട്ടിൽ ഇത്രയും വലിയൊരു നബിദിനാഘോഷം നടക്കുന്നത് കണ്ട് ആയിഷുമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. ആഘോഷങ്ങളുടെ ഭാഗമായി തറവാട്ടിൽ ഉസ്താദിൻ്റെ ഒരു പ്രത്യേക പ്രഭാഷണം ആരംഭിച്ചു. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയുടെ ചരിത്രവും ഓർമ്മകളും അയവിറക്കിക്കൊണ്ട് ഉസ്താദ് പ്രഭാഷണത്തിലേക്ക് കടന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സ്നേഹിക്കുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവൽ മാസം 12-നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ തിരുനബി ലോകത്തിലേക്ക് കടന്നു വന്ന ആ സുദിനം തിങ്കളാഴ്ചയായിരുന്നു. പ്രകാശപൂരിതമായ ആ പുലരിയിൽ ഭൂമി മുഴുവൻ അനുഗ്രഹീതമായി. എന്നാൽ ആ മഹത്തായ മനുഷ്യൻ്റെ ജനനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിന് മാതൃകയാകാൻ പിറന്ന ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഉപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരുന്നു. ഈ ലോകം കാണും മുമ്പേ പിതാവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട് അനാഥൻ്റെ വേദനയറിഞ്ഞ് വളർന്നവനാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനാഥത്വത്തിൽ നിന്നാണ് ലോകത്തിന് മുഴുവൻ രക്ഷകനായി നമ്മുടെ പ്രിയപ്പെട്ട മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വന്നത്. ഏകദേശം അരമണിക്കൂറിലധികം നീണ്ട ആ പ്രഭാഷണം എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിക്കുകയും നബിദിനത്തിൻ്റെ സന്ദേശം ഹൃദയത്തിലേക്ക് പകർന്നു നൽകുകയും ചെയ്തു. മുത്തുനബിയുടെ സ്വഭാവ ഗുണങ്ങളും ജീവിത വഴികളും കുട്ടികൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. പാട്ടും പ്രാർത്ഥനകളും സ്നേഹവും നിറഞ്ഞ ആ നബിദിനം പുത്തൻ വീട് തറവാട്ടിലെ എക്കാലത്തെയും ഓർമ്മയായി മാറുകയാണ്. എന്നാൽ അതിനിടയിൽ നമ്മുടെ ഫൈസി ഉസ്താദ് ഒരു മദ്ഹ് ഗാനം പാടുകയാണ്. നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ ആ ഒരു മനോഹരമായ ഗാനം കേൾക്കുവാൻ എല്ലാവരും തടിച്ചുകൂടി. എല്ലാവരും പറഞ്ഞു, ഉസ്താദേ, നിങ്ങളൊരു നബിദിന ഗാനം പാടൂ, ഒരു മദ്ഹ് ഗാനം പാടൂ. എന്നാൽ ഐഷുമ്മക്കും അത് കേൾക്കുവാൻ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. സമീറയും മക്കളുമെല്ലാം അത് നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. ഐഷുമ്മയുടെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഉസ്താദും മക്കളുമെല്ലാം എത്തിച്ചേർന്നതാണ് പുത്തൻ വീട് തറവാട്ടിൽ. അങ്ങനെ നമ്മുടെ ഫൈസി ഉസ്താദ് മനോഹരമായ ആ ഒരു ഗാനം ആലപിക്കുകയാണ്. പുണ്യമദീനത്ത് സിദ്ദീഖും ഉമറുമൊത്ത് മയങ്ങും റസൂലുള്ളാഹ്, പൂമണം വീശും റൗള കണ്ടൻ്റെ കൽബിലുള്ള കൊതിയൊന്ന് തീരുമല്ലാഹ്. പുണ്യമദീനത്ത് സിദ്ദീഖും ഉമറുമൊത്ത് മയങ്ങും റസൂലുള്ളാഹ്, പൂമണം വീശും ലൗല കണ്ടൻ്റെ കൽബിലുള്ള കൊതിയൊന്ന് തീരുമല്ലാഹ്. അസ്സലാമു അലൈക യാ സനദി, അസ്സലാമു അലൈക യാ സയ്യിദി, അസ്സലാമു അലൈക യാ ഹബീബി, അസ്സലാമു അലൈക യാ തബീബി.
പുണ്യമദീനത്ത് സിദ്ദീഖും ഉമറുമൊത്ത് മയങ്ങും റസൂലുള്ളാ. പൂമണം വീശും ലൗല കണ്ടെൻ്റെ കൽബിലുള്ള കൊതിയൊന്ന് തീരുമല്ലാ. ഉസ്താദിൻ്റെ പാട്ട് കേട്ട് ആയിഷമ്മ ഒരു നിമിഷം കണ്ണുകൾ നിറച്ചു. അവർ കണ്ണീർ തുടച്ചുകൊണ്ട് മാഷാ അല്ലാ അൽഹംദുലില്ലാ, പഠിച്ചോനെ, മുത്ത് ഹബീബിനെ കുറിച്ച് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് റഹ്മാനെ. ഓ, ഞാൻ മരിക്കുവോളം ഈ പുത്തൻവീട് തറവാട്ടിൽ ഇതെന്നും കൊണ്ടാടണം. ഈ നബിദിനം ഹബീബിനെ കുറിച്ചുള്ള ആ മദ്ഹ് പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. അല്ലാ, മദീനയിൽ എത്രയും പെട്ടെന്ന് എത്രമെന്ന് എനിക്ക് തോന്നുകയാണ്. ആയിഷമ്മ കരയുകയാണ്. ഒരു നിമിഷം ഷമ്മാസ് അത് കണ്ടു. ആയിഷമ്മ അതാ വീണ്ടും മദീനയിലേക്ക് എത്തിയ പോലെ തോന്നി. റബ്ബേ, മുത്ത് ഹബീബിൻ്റെ റൗള ഷെരീഫിൽ പോയി ഒരിക്കൽ കൂടി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ റബ്ബേ അല്ലാ. ഒരു നിമിഷം ആയിഷമ്മ റൗള ഷെരീഫിനെ ഓർത്തു. ഋജുസഭാ തളിർക്കുളിർ കാറ്റേ, റൗളയെ തഴുകി വരും കാറ്റേ, ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ പടച്ച അല്ലാൻ്റെ കുതിരത്ത് നീ കേട്ടോ. യാ കരീം യാ റഹീം യാ ജലീൽ യാ വഫാ. ആദ്യമായി റബ്ബ് മണിമൂത്ത് ആരംഭ നബിയുടെ ഒളി തീർത്ത്, അയ്യൊളിവിൽ നിന്ന് ലേശമെടുത്ത്, അയ്യൊളിവിൽ നിന്ന് ലേശമെടുത്ത്, ഒയ്യവൻ പടച്ചിത് ലോകത്തെ, ഒയ്യവൻ പടച്ചിത് ലോകത്തെ. യാ കരീം യാ റഹീം യാ ജലീൽ യാ ഗഫാർ. ഋജുസഭാ തളിർക്കുളിർ കാറ്റേ, റൗളയെ തഴുകി വരും കാറ്റേ, ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ പടച്ച അല്ലാൻ്റെ കുതിരത്ത് നീ കേട്ടോ. ഉസ്താദിൻ്റെ ഫൈസി ഉസ്താദിൻ്റെ ആ മനോഹരമായ ആ ഒരു ഗാനം പുത്തൻ വീട് തറവാട്ടിൽ മുഴങ്ങിക്കേട്ടു. നവാസും ഷമ്മാസും ആയിഷമ്മയും റാഹിലയും സമീറയും കുഞ്ഞുവും മിസിരിയും എല്ലാം അത് കേട്ട് ഒരു നിമിഷം നോക്കി നിന്ന് പോയി. മാഷാ അല്ലാ, ഫൈസി ഉസ്താദ് ഇത്രയൊക്കെ പാട്ട് പാടാൻ കഴിയുമോ? എന്തൊക്കെ തന്നെയാലും സമീറയുടെ ഭാഗ്യം തന്നെ. അവളുടെ ഭർത്താവാണല്ലോ ഈ ഒരു ഉസ്താദ്. നല്ല പ്രഭാഷകനും അതിലുപരി നല്ല രീതിയിൽ പാട്ട് പാടുന്നതുമായ ഈ ഒരു ഉസ്താദ്, റബ്ബേ എത്രമാത്രം ഭാഗ്യമുള്ള പെണ്ണാണ്. അതുമാത്രമല്ല, ആ ഇരട്ടക്കുട്ടികൾ ഹസൻ ഹുസൈൻ്റെ ആ പിതാവായ ഫൈസി ഉസ്താദ് ഇത്രയും മനോഹരമായ പാട്ടുകൾ പാടുന്നത് ഒരു നിമിഷം അതാ ആ മക്കൾ തന്നെ അത് കേട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വല്ലാത്തൊരു പുഞ്ചിരി. ആയിഷമ്മ അത് നോക്കി, അതേ എൻ്റെ കുട്ടികൾ ഉപ്പച്ചിയാണ് പാടുന്നത്. മാഷാ അല്ലാ, എൻ്റെ മക്കളും ഇതുപോലെ പാട്ടൊക്കെ പാടണം കേട്ടോ. നല്ല മക്കളല്ലേ നിങ്ങൾ? അതെ, ഉപ്പച്ചിൻ്റെ അതേ പാതയിൽ വളർന്നു വരണം കേട്ടോ. നിങ്ങൾ നല്ല സോലിഹായ മക്കളായിട്ട്. ശരിക്കും ആയിഷമ്മ കണ്ണീരോടെ ആ പൊന്നു മക്കളെ പുഞ്ചിരിച്ചു. ആ ഇരട്ട കുഞ്ഞുങ്ങൾ ഒരു നിമിഷം അത് ആയിഷമ്മയുടെ മുഖത്തേക്ക് നോക്കി വല്ലാതെ പുഞ്ചിരിച്ചു. കൂട്ടത്തിൽ അതാ ആയിഷമോളും. ആയിഷമോൾക്കും തൻ്റെ ഉപ്പച്ചിയുടെ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതാ പുത്തൻ വീട് തറവാട്ടിൽ മനോഹരമായ ദഫുകളും മനോഹരമായ പാട്ടുകളും മനോഹരമായ പ്രസംഗങ്ങളും കൊണ്ട് ശരിക്കും അതാ നിബിഡമായി എന്ന് തന്നെ പറയാം. ആയിഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പഠിച്ചോനെ, അതെ ഷമ്മാസിൻ്റെയും നവാസിൻ്റെ കുട്ടികൾ ഉപ്പാൻ്റെ ഖബറിലേക്ക് നീ അത് എത്തിച്ചു കൊടുക്ക് റഹ്മാനെ. ഇതിൻ്റെ അക്ക് ജാവ് ബർക്കത്ത് കൊണ്ട്, മുത്ത് ഹബീബിൻ്റെ അക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് റഹ്മാനെ നീ എത്തിക്കല്ലാ. അങ്ങനെ ഏതാ മക്കളുടെ പാട്ടും പ്രസംഗങ്ങളും എല്ലാം കഴിഞ്ഞ് ഫുഡിനുള്ള സമയമായി. എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന തിരക്കായി. ആയിഷമ്മ പറഞ്ഞു, മക്കളെ അവർക്ക് വേണ്ട എന്താ വെച്ചാൽ കൊടുക്കിട്ടോ. എന്നാൽ ആയിഷമ്മക്ക് അവരുടെ മനോഹരമായ വസ്ത്രങ്ങൾ എല്ലാം കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ആയിഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ അല്ലാ, എൻ്റെ മക്കൾക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അതാ നബിദിന ജാഥയിൽ പങ്കെടുക്കുവാനും പരിപാടിയിൽ പങ്കെടുക്കുവാനൊക്കെ കഴിഞ്ഞല്ലോ അല്ലാ. ആയിഷമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അല്ലാ റബ്ബേ, പഠിച്ചവനെ എത്ര മനോഹരമാണ് റബ്ബേ ഈ ഒരു നബിദിന ദിവസം. അല്ലാ, നിന്റെ കാരുണ്യം കൊണ്ട് പടച്ച റബ്ബിൻ്റെ
അനുഗ്രഹം കൊണ്ട് അള്ളാഹുവേ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ജന്മദിനത്തിലും എനിക്ക് ഈ പരിപാടിയൊക്കെ കാണാനും അത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. പഠിച്ചോനെ അല്ലാ റബ്ബേ, അടുത്ത പ്രാവശ്യം ആരൊക്കെ എന്തൊക്കെയൊന്നും പറയാൻ പറ്റില്ല. മോനെ ഷാമോനെ, ആ ഉമ്മ കുട്ടികൾക്കൊക്കെ ഒരു ക്യാഷ് അവാർഡ് അയക്കാണ്ട് ഒരു 500 1000 കണ്ട് രണ്ട് നോട്ടീസ് ഉമ്മാൻ്റെ കുട്ടികളാണ്ട് കൊണ്ട് കൊടുത്താളിട്ടാ. അത് ഞാൻ പൈസ എടുത്ത് വെച്ചേക്കണാണ്ട് കൊടുത്താൾ. ഉമ്മ 500 1000 മോനെ. ഇനിയിപ്പോൾ ഓരോ എങ്ങനെയായാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് എത്ര കുട്ടികളുള്ളതനുസരിച്ച് അത് കൊണ്ട് കൊടുത്താൾ ഉമ്മാൻ്റെ കുട്ടി. ഒരു 1000 ആണെങ്കിലും 500 ആണെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല. കാരണം എന്താ, നമുക്കത് നബിദിനത്തിന് നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് അത് നല്ല കൂലുള്ള കാര്യമാണ്. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിനല്ലേ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പടച്ച റബ്ബിൻ്റെ പ്രീതി നമുക്ക് ഉണ്ടാവും, അല്ലാതെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമുക്ക് നഷ്ടപ്പെടില്ല. നമ്മൾ എത്രേ വലിയ പേരുണ്ടാക്കണ്, കുറേ വാഹനം വാങ്ങണ്, വീടുമ്മൽ കുറേ നമ്മൾ ചിലവഴിക്കണ്, അതുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ലല്ലോ പൊന്നാര പഠിപ്പേ. നമുക്ക് മരിച്ചു പോകുമ്പോൾ കൊണ്ടാകാനൊന്നും ഉണ്ടാവില്ല. അതെ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സ്വതക്ക നൽകിയെങ്കിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ എഴുതപ്പെടുള്ളൂ മോനെ, അല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. എങ്ങനെ ഉണ്ടാവണേ? നമ്മൾ നല്ലോണം പടച്ച റബ്ബിനോട് അപേക്ഷിക്കുക. നമ്മൾ നല്ലോണം കരഞ്ഞപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് പഠിച്ചോന് പുറത്ത് തന്നെ തരുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്വതക്ക നൽകി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് പുറത്ത് തരും. പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല പൊന്നാര പടപ്പേ. വലിയ 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 ബമ്മാടുകൾ ഉണ്ടാക്കിയിട്ടും വലിയ വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയിട്ടൊന്നും അത് ഞമ്മക്കൊരു ഉപകാരം ചെയ്യൂല. പക്ഷേങ്കിൽ നമ്മൾ ഒരാൾക്ക് ബിസ്മിയും ചൊല്ലിക്കാണ്ട് ഒരു എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് നമുക്ക് നാളേക്കൊക്കെ ഉണ്ടാവും. അതാണ് ഉമ്മാൻ്റെ കുട്ടി ഒരു 1000 ഉറുപ്പ്യ അങ്ങോട്ട് എല്ലാവരും ഇതിൽ കൊണ്ട് ഇട്ട് കൊടുത്താളി. ഇനിയിപ്പോൾ എത്ര കുട്ടികളെ വെച്ചാൽ അതിനനുസരിച്ച് ഒന്നും കണക്കും കാര്യം നോക്കണ്ട. അൻ്റീന്ന് നിന്ന് എടുക്കും മടുമ്മ. അല്ല, എനിക്കും സക്കാത്തായിട്ട് എൻ്റെ ഷോപ്പിൻ്റെത് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മോനെ അത് കുഴപ്പമില്ല, അത് കൊടുത്ത. പക്ഷേ ഇത് കുട്ടികൾക്കുള്ള പൈസ 1000 ഉറുപ്പ്യ. പിന്നെ ഉസ്താമാർക്കും കുറച്ച് കണ്ടറിന് കുറച്ച് കൊടുക്കണം. കാരണം പിന്നെ ദഫ് പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പഠിപ്പിച്ച് കൊടുക്കണേ. ഓല് എത്രയും മെനക്കെട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കണത്. അപ്പോൾ എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ ദഫും സ്കൗട്ടും പഠിപ്പിച്ച കുട്ടികൾക്കും കുറച്ച് ഏറെ കൊടുക്കണം കേട്ടോ പൈസ. അതിൻ്റെ ഒരു ആഗ്രഹമാണ് മനസ്സിലത്തെ. ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ അമ്മ, ശരി. ഷമ്മാസ് പെട്ടെന്ന് തന്നെ നവാസിൻ്റെ അരികിലേക്ക് ചെന്നു. അതായത് ഉമ്മ എത്ര പൈസ കൊടുക്കാനാണ് പറഞ്ഞത്. ആ ഉമ്മ കുട്ടികൾക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ, ഉസ്താദുമാർക്ക് കുറച്ച് ഏറെ കൊടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഉമ്മാൻ്റെ കുട്ടി എങ്ങനെ വെച്ചാൽ കേട്ടോ. ഉമ്മ കുഴപ്പമില്ല. അത് നവാസിനോട് ഷമ്മാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെയതാ നബിദിനത്തിൻ്റെ ആ മനോഹരമായ ദിവസം എല്ലാവർക്കും വേണ്ടി പുത്തൻവീട് തറവാട്ടിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ കൂടെ അവർക്ക് വേണ്ടിയിട്ട് ക്യാഷും നൽകുവാൻ ഐഷുമ്മ തീരുമാനിക്കുന്നു. അത് ഐഷുമ്മ പറഞ്ഞു, പൊന്നാര മക്കളെ, ഞമ്മക്ക് എത്രങ്ങാനും ഇതിപ്പോൾ വരുമാനമുണ്ട്. അതായത് ഇതൊക്കെ നമ്മൾക്കെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഞമ്മക്കുള്ളതല്ലോ, എല്ലാവർക്കും നമ്മൾ ഉള്ള മാതിരി കൊടുക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ അഴുക്കാണ് നമ്മളെ. നമ്മളോട് പഠിച്ചവൻ ചോദിച്ചൂലേ, എത്രയും പൈസ ഇതൊക്കെ നിങ്ങൾക്ക് ലാഭം തന്നിട്ട് എന്തേ നിങ്ങൾ കാട്ടി ചോദിക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റൂലല്ലോ ഞങ്ങൾ ഇത്ര വലിയ പെര എടുത്തേക്കണേ, ഇത്ര വലിയ വണ്ടി എടുത്തേക്കണേ എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. നമുക്ക് പറയാനുള്ളത് എന്താ, അള്ളാഹുവേ ഞാൻ ഇന്ന ആൾക്ക് ഇങ്ങനെ കൊടുത്തേക്കണെന്ന്. അത് നമ്മളിപ്പോൾ വലത് കൈ കൊടുക്കണം, ഇടത് കൈ അറിയരുത് എന്നാണ് ഇതുവരെ അങ്ങനെ കൊടുത്തേക്കണതും. പക്ഷെ ഇത് പിന്നെ കുട്ടികൾക്കൊരു സന്തോഷമല്ലേ, ആ മക്കൾ ഇങ്ങനെ കളിച്ച് കൊയങ്ങിയൊക്കെ വരുമ്പോഴേ ഓൾക്കൊരു ക്യാഷ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു 1000 ഉറുപ്പ്യ അല്ലെങ്കിൽ 500 ഉറുപ്പ്യ ആയാലും ഒരു കവറിലിട്ട് കൊടുക്കും. ആ കുട്ടികൾക്ക് എന്തൊരു തൃപ്തി ആയിക്കാരത്. അതാ ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാ അതൊക്കെ നമ്മൾ നല്ല മട്ടത്തിന് കൊടുക്കണം. ഐഷുമ്മ പറഞ്ഞത് അനുസരിച്ച് തന്നെ ഷമ്മാസും നവാസും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി തുടങ്ങുകയാണ്. അങ്ങനെ പുത്തൻ വീട് തറവാട്ടിൽ അതാ ഫുഡ് വിളമ്പുന്നു. നബിദിനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും അതുപോലെ മന്തിയുമെല്ലാം സെറ്റാക്കിയിരുന്നു. ഐഷമ്മ പറഞ്ഞു, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പോലെ തന്നെ കഴിച്ചോട്ടെ, അതുകൊണ്ട് അതിന്മേലൊരു കുറവും വരുത്തരുത്. എന്നാൽ ഐഷമ്മ വിളിച്ചത് മുസ്ലിംസിനെ മാത്രമല്ലായിരുന്നു, അവിടെ അയൽവാസികളായി ഉണ്ടായിരുന്ന ഹിന്ദു സഹോദരന്മാരെയും വിളിച്ചിരുന്നു അതിലേക്ക്. കാരണം നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഹബീബ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നവരായിരുന്നു. ജൂതന്മാരെ വീട്ടിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഇങ്ങോട്ട് ഭക്ഷണം അവർ കൊണ്ടുവന്നാലൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ മതസൗഹാർദ്ദം എപ്പോഴും നല്ല തന്നെ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ
എല്ലാവരും സൗഹൃദപരമായി കഴിയണം. നമ്മുടെ ഹബീബി നമ്മൾ അങ്ങനെയാണല്ലേ പഠിപ്പിച്ചത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവരല്ല എന്നുള്ളത് ആയിഷുമ്മ അതും ഓർമ്മിപ്പിച്ചു. ജോലിക്കാരൻ വിയർത്തുണങ്ങുന്നതിന് മുമ്പ് അവൻ്റെ കൂലി നൽകണമെന്നാണ് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. ചിലർക്ക് പണിയെടുത്താൽ പൈസ കൊടുക്കാൻ വലിയ മടിയായിരിക്കും. അത് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൊടുക്കുമ്പോഴല്ലേ ഒരു സന്തോഷം. അർഹതപ്പെട്ടവൻ്റെ അധ്വാനത്തിന് വില കൽപ്പിക്കണം മക്കളെ. ഉസ്താദ് പറഞ്ഞേ കേട്ടില്ലേ, വഞ്ചിക്കുന്നവർ നമ്മിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. കച്ചവടത്തിലും ഇടപാടുകളിലും എന്നും സത്യസന്ധത പുലർത്തുക എന്നത് നമ്മുടെ ഹബീബ് പഠിപ്പിച്ചത് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ആയിഷ അത് ഓർത്തു. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളില്ലേ, നിങ്ങളുടെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ് എന്നാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മുഖത്ത് എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയായി ഉണ്ടായിരിക്കണം. അതിനിപ്പോൾ ആരെ കാണുകയാണെങ്കിലും ചിലർക്കുണ്ടാവും ദേഷ്യം പിടിച്ച് മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ എല്ലാവരും നമ്മളെ ഉപദ്രവിച്ചാലും നമ്മളൊരു പുഞ്ചിരിയോട് കൂടി തന്നെ അവരെ നോക്കണം. പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞു, അതേ ഉമ്മ, ശക്തനുമായി മല്ലിട്ട് വിജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ, മറിച്ച് കോപം വരുമ്പോൾ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. എൻ്റെ ഷാമോനെ, എൻ്റെ കുട്ടിക്ക് അങ്ങനെ ദേഷ്യം ഉണ്ടാകാറില്ലല്ലോ. ആരെന്തൊക്കെ തന്നെ കാട്ടിയാലും പറഞ്ഞാലും ഉമ്മാൻ്റെ കുട്ടി ദേഷ്യപ്പെടാറില്ലല്ലോ. ഉമ്മ, ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മയും ദേഷ്യപ്പെടാറൊന്നുമില്ല. എൻ്റെ ഉമ്മ എത്ര തന്നെ ഉപദ്രവിച്ചാലും തിരിച്ചാരെയും അങ്ങോട്ട് എതിരായിട്ട് കാട്ടാറില്ലല്ലോ ആ ഒരു സ്വഭാവം. എന്നാൽ ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കുകൾ പെട്ടെന്ന് ഐഷും ഓർത്തു. മോനെ, ഉസ്താദ് പറഞ്ഞേ കേട്ടില്ലേ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ കുടുംബത്തിനോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണെന്ന്. ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ്. ഭാര്യമാരോടൊക്കെ എത്രമാത്രം നല്ല രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിട്ടുള്ളത്. അല്ലാഹ് നമുക്ക് ഹബീബിൻ്റെ ജന്മദിനത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് മക്കളെ. നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആയിഷമ്മ പറഞ്ഞു, പൊന്നാര മക്കളെ, നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു അണുവിൻ്റെ അളവ് നന്മയുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചിട്ടുണ്ട്. അതേ മക്കളെ, നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയാലേ നമ്മൾ ആർക്കും അത് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മൾ ഉസ്താദ് കുറേ ഒരു അറിവ് നമുക്ക് പറഞ്ഞു തന്നു, നമ്മൾക്കറിയാത്ത പല അറിവുകളും അല്ലേ. എന്നാൽ ഉസ്താദ് പറഞ്ഞ ആ കാര്യം ആയിഷും ഓർത്തു. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. ജീവജാലങ്ങളോട് പോലും കരുണ വേണം. എല്ലാ ജീവികളോടും നമ്മൾ കരുണയോടെ പെരുമാറണം. ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞു, പരസ്പരം സ്നേഹിക്കുവോളം യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. നമ്മളിൽ ആരൊക്കെയാണ് ശരിക്കും പരസ്പരം സ്നേഹിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ സ്നേഹം വ്യാപിപ്പിക്കാൻ പരസ്പരം സലാം പറയുക എന്നതും നമ്മൾ ഹബീബ് പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കാര്യം, അതെ, നമ്മൾ തമ്മിൽ ഇടയിലൊരു സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സലാം പറയുക. ഒരു മുസ്ലിമിനെ കണ്ടാൽ നമ്മൾ സലാം പറയണം. അതും വലിയൊരു കാര്യം തന്നെയാണ്. ആയിഷമ്മ കൂട്ടിച്ചേർത്തു, 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആരോഗ്യവും ഒഴിവു സമയവും. ഇവ രണ്ടും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒഴിവു സമയം നമ്മൾ വെറുതെ അതും കണ്ടിട്ട് ഒരിക്കൽ പോലും നമ്മുടെ സമയം പാഴാക്കരുത്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് നന്മ ചെയ്യുക, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എല്ലാം ചെയ്യുക. ഒഴിവു സമയവും ആരോഗ്യവും പഠിച്ചോ നമ്മളോട് ചോദിക്കും, മക്കളെ, നിങ്ങൾ ഒഴിവു സമയത്ത് എന്ത് ചെയ്തു, ആരോഗ്യം നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു? നമുക്ക് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാലോ, ഞാൻ എൻ്റെ ഒഴിവു സമയം ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ദിക്റ് ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക ഒഴിവു സമയത്ത്. അതുപോലെ ആരോഗ്യമുള്ളത് നല്ല രീതിയിൽ നിസ്കരിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനൊക്കെ പരമാവധി ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ, ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ വെറുതെ നമ്മൾ അതും ചെയ്തിട്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരിക്കൽ പോലും അത് നശിപ്പിക്കരുത് ആ സമയങ്ങൾ എന്നാണ് പ്രത്യേകമായി നമ്മുടെ ഹബീബ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ശരിക്കും ഐഷുമ്മ നവാസിനെയും ഷമ്മാസിനെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അല്ലാ റബ്ബേ, ഈ പുണ്യ റബീൻ്റെ അക്കുചാക വർക്കത്ത് കൊണ്ട് പഠിച്ചവനെ, പുത്തൻ വീട് തറവാട്ടിൽ ഇനി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതേ അല്ലാഹുവേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരിക്കും ആ കുട്ടികളുടെ കളിയും ആ കുട്ടികളുടെ പാട്ടുമെല്ലാം കേട്ട് പുത്തൻ വീട് തറവാട്
പ്രകാശപൂരിതമായി. പെട്ടെന്ന് അതാ നമ്മുടെ ഫൈസി ഉസ്താദ് വീണ്ടും സ്റ്റേജിലേക്ക് ഒന്നുകൂടെ കയറി ഷമ്മാസ് ഒരു ചെറിയ പ്രഭാഷണം കൂടി നടത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പുത്തൻവീട് തറവാട്ടിലെ മുറ്റത്ത് തിങ്ങി നിറഞ്ഞ കുട്ടികളും ഉസ്താദുമാരും ദഫ് സംഘങ്ങളും അതീവ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഉസ്താദ് പറയുന്ന ആ ചരിത്രകഥയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. ഉസ്താദ് മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം കൂടി ഞാനിവിടെ ചെറുതായി ഒന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ഐഷമ്മയുടെ ആഗ്രഹമാണ്. ഐഷമ്മ പറഞ്ഞതിനനുസരിച്ചാണ് ഞാനിങ്ങനെ പറയുന്നത്. മക്കയുടെ തെരുവുകൾ കടുത്ത ചൂടും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലം. മക്കയിലെ ആളുകൾക്ക് നബിതങ്ങളോട് കടുത്ത ശത്രുതയുള്ള സമയം കൂടിയാണ്. അന്ന് മക്കയിലൂടെ ഒരു പ്രായമായ വൃദ്ധയായ മാതാവും നടന്നു പോവുകയാണ്. അവരുടെ കയ്യിലാകട്ടെ വലിയൊരു വിറക് കെട്ടുണ്ടായിരുന്നു. സ്വന്തം തലയിൽ താങ്ങാൻ കഴിയാത്തത്ര ഭാരമുള്ള ആ ചുമടുമായി അവർ നടക്കാൻ പാടുപെടുകയാണ്. പ്രായത്തിൻ്റെ അവശതയും ചുമടിൻ്റെ ഭാരവും കാരണം അവർ വഴിയിൽ തളർന്നു നിന്നു. ആ സമയത്താണ് അതുവഴി ലോകത്തിൻ്റെ റഹ്മത്തായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ആ പ്രായമായ മാതാവിൻ്റെ പ്രയാസം കണ്ട് കാരുണ്യത്തിൻ്റെ കടലായ നബിതങ്ങൾക്ക് സഹിച്ചില്ല. തിരുമേനി അടുത്ത് ചെന്നിട്ട് സ്നേഹത്തോടെ പറഞ്ഞു, ഉമ്മാ, താങ്കൾ ഈ ചുമട് കൊണ്ട് ഏറെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. ഈ വിറക് കെട്ട് ഞാൻ എടുത്തു തരാം, താങ്കൾ വിഷമിക്കാതെ വരൂ. സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും ആ ഉമ്മ തൻ്റെ ചുമട് നബിതങ്ങളെ ഏൽപ്പിച്ചു. നബിതങ്ങൾ ആ വലിയ വിറക് കെട്ട് സ്വന്തം തലയിൽ എടുത്തു വെച്ചു. യാത്രയിലുടനീളം ആ ഉമ്മക്ക് നടക്കാൻ താങ്ങും തണലുമായി നബിതങ്ങൾ കൂടെ നടന്നു. വഴിയിലൂടെ പോകുമ്പോൾ ആ ഉമ്മ നബിതങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ നല്ല പെരുമാറ്റവും സ്നേഹവും കണ്ടപ്പോൾ ആ ഉമ്മയ്ക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ തനിക്ക് ഇത്രയും വലിയ സഹായം ചെയ്ത ആ യുവാവിനെ ഉപദേശിക്കണമെന്ന് കരുതി ആ ഉമ്മ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ഇങ്ങനെ പറഞ്ഞു, പൊന്നു മോനെ, നീ എനിക്ക് ചെയ്ത ഈ നന്മ ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ മകനെ പോലെ നീ എന്നെ സഹായിച്ചു. പക്ഷേ മോനോട് എനിക്കൊരു ഉപദേശമുണ്ട്. ഈ കാലത്ത് മക്കയിൽ പുതിയൊരു കുഴപ്പക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് എന്ന പേരുള്ള ഒരു കള്ളപ്രവാചകൻ ഇറങ്ങിക്കണം മോനെ. ജനങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കുന്ന ഒരു പുതിയ മതവുമായി അവൻ വന്നിരിക്കുകയാണ്. മോൻ ഒരിക്കലും ആ കള്ളപ്രവാചകൻ്റെ വാക്കുകളിൽ വീണ് പോകരുത് കേട്ടോ. അവൻ്റെ കൂടെ ഒരിക്കലും കൂടി പോകരുത്. നമ്മളെ പഴയ വിശ്വാസങ്ങളെയും മതങ്ങളെയൊക്കെ അവനെ നശിപ്പിച്ച് പുതിയൊരു മതവുമായിട്ടാണ് വന്നിരിക്കുന്നത്. മക്കളെ, തനിക്കെതിരെ മക്കയിൽ പ്രചരിക്കുന്ന അപവാദങ്ങളും തനിക്ക് നന്മ ചെയ്ത പാവം ഉമ്മ അറിയാതെ ഏറ്റുപറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ കേട്ടുനിന്നു. അല്പം പോലും ദേഷ്യപ്പെടാതെ വളരെ ശാന്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, താങ്കൾ പറഞ്ഞ ആളുകളെക്കുറിച്ചും ആ പ്രവാചകനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്? ആരാണ് പ്രവാചകൻ? അപ്പോൾ തന്നെ ആ ഉമ്മ പറഞ്ഞു, അതൊക്കെ നാട്ടുകാർ പറയുന്നതാണ് മോനെ, അവനൊരു കള്ള പ്രവാചകനാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ ഉമ്മയോട് ആ സത്യം വളരെ പതുക്കെ പറഞ്ഞു, ഉമ്മ, ജനങ്ങൾ ആ കള്ളപ്രവാചകനാണ്. ആരെയാണോ വിളിക്കുന്നത് ആ മുഹമ്മദ്, ആരെയാണോ പ്രവാചകനെന്ന് വിളിക്കുന്നത് ആ മുഹമ്മദ് ഞാനാണ് ഉമ്മ, ഞാൻ തന്നെയാണ്. ഒറ്റ നിമിഷം ആ ഉമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് അന്തം വിട്ടുപോയി. അവരുടെ കണ്ണുകൾ വികസിച്ചു. സ്വന്തം തലയിൽ താങ്ങാൻ കഴിയാത്ത ഭാരമുള്ള വിറക് കെട്ട് സ്വന്തം തലയിൽ നിന്നും എടുത്ത് ഒരു മടിയും കൂടാതെ തനിക്ക് ഇത്രയും നന്മയും കാരുണ്യവും ചെയ്ത ആ നല്ല മനുഷ്യനാണോ ആളുകൾ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞത്? ആ ഉമ്മയുടെ മനസ്സ് ഒന്നുരുണ്ടു മാറി. ഇത്രയും നല്ല സ്വഭാവമുള്ള ദയയുള്ള ഒരാൾക്ക് ഒരിക്കലും കള്ളനാകാൻ കഴിയില്ലെന്ന് ആ മാതാവിന് ആ നിമിഷം മനസ്സിലായി. അവിടുത്തെ സ്നേഹവും വിനയവും കണ്ട ആ ഉമ്മ കരച്ചിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. അവർ ആ നിമിഷം തന്നെ ഹൃദയം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. പഠിച്ചോനെ, ഇത്രമാത്രം നല്ലവനായ എന്നെപ്പോലൊരു പാവം വൃദ്ധയെ സഹായിച്ച ഈ മനുഷ്യനാണോ ഞാൻ മോശക്കാരനായി കണ്ടത്? ഇല്ല, നിങ്ങളാണ് സത്യം എന്ന് പറഞ്ഞ് ആ ഉമ്മ സന്തോഷത്തോടെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഉസ്താദ് ഈ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ പുത്തൻവീട് തറവാട്ടിലെ മുറ്റം മുഴുവൻ നിശബ്ദമായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ നനഞ്ഞിരുന്നു.
മുത്തുനബിയുടെ ഉത്തമ സ്വഭാവവും സ്നേഹവും എത്രമാത്രം ഹൃദ്യമായിരുന്നു എന്ന് ആ കഥ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. നബിദിന രാവിൽ അതൊരു വലിയ പാഠമായി എല്ലാവരും ഏറ്റെടുത്തു. ശരിക്കും എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, അതായിരുന്നു നമ്മുടെ പ്രവാചകൻ. ആരൊക്കെ തന്നെ ഉപദ്രവിച്ചാലും ആരൊക്കെ തന്നെ ചീത്ത പറഞ്ഞാലും തിരിച്ച് ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാത്ത നോവിക്കാത്ത ആളായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജീവിതം നമുക്ക് തികച്ചും മാതൃകയാണ്. കണ്ടില്ലേ, കള്ളപ്രവാചകൻ എന്ന് വിളിച്ചിട്ടും ആ വൃദ്ധ അത് പറഞ്ഞിട്ടും ഞാനാണ് ആ മുഹമ്മദി എന്ന് സത്യം പറഞ്ഞ്. എന്നാൽ അവരുടെ സ്വഭാവം കണ്ടിട്ടാണ് ഇസ്ലാം മതത്തിലേക്ക് ആ വൃദ്ധയായ സ്ത്രീ പ്രവേശിച്ചത്. ഇതാണ് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഷമ്മാസിൻ്റെ ഉമ്മ ഐഷും ഈ ഒരു കഥ പറയാൻ ഏൽപ്പിച്ചപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. ഫൈസി ഉസ്താദ് അതും പറഞ്ഞു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഐഷുമ്മയുടെ പുത്തൻ വീട് തറവാട് ശരിക്കും കണ്ണീരാൽ അത് കുതിർന്നിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ അതെല്ലാം കേട്ടു. എന്നാൽ ഐഷുമ്മ അപ്പോഴേക്കും പറഞ്ഞതുപോലെ മക്കൾക്ക് ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം ഫുഡ് കഴിച്ചു വരുന്ന എല്ലാ കുട്ടികൾക്കും ആ ക്യാഷും വിതരണം ചെയ്തു. കൂടെ ദഫ് പഠിപ്പിച്ചവർക്കും സ്കൗട്ട് പഠിപ്പിച്ചവർക്കും പ്രത്യേകമായി ഉസ്താദുമാർക്കും പള്ളിയിലെ മോലേറുട്ടികൾക്കും എല്ലാവർക്കുമായി ഐഷുമ്മയുടെ സ്നേഹ സമ്മാനം. എല്ലാവരും സന്തോഷത്തോടെ അതാ പുത്തൻ വീട് തറവാട്ടിൽ വീണ്ടും അവിടെ സമയം ചിലവഴിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.